സംസ്ഥാനത്തെ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇത് സംബന്ധിച്ച് സംഘടന ഫെഫ്കയ്ക്ക് കത്ത് നൽകുകയും ചെയ്തു. ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള 7 നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യം പോർട്ടലിൽ രജിസ്ട്രേഷൻ എടുക്കണം. GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ടാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിന്റെ ലോഗോ, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. വെബ്സൈറ്റിന്റെ വിശദ വിവരം നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സംഘടന മുന്നോട്ട് വെച്ചത്. ഫെഫ്കയുടെ അംഗീകൃത PROമാർ നൽകുന്ന കത്ത് ഉള്ളവർക്ക് മാത്രമായിരിക്കും സിനിമാ പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നും സംഘടന വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങളിലെല്ലാം സംഘടനയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന PROമാർ ചെയ്യുന്നതല്ല യഥാർത്ഥ PR പണി. പണം പലിശയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ കൂടുതലായി പറയുന്നില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും PRമാരായിട്ടുണ്ട്. JS ദിനേശിനെ പോലെ മാന്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാൻ അടച്ചു പറഞ്ഞാൽ അവർക്കൊക്കെ ബാധിക്കും. അതുകൊണ്ട് എല്ലാം ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. അദ്ദേഹമൊക്കെ നന്നായി പണിയെടുക്കുന്നവരാണ്. ഇവിടെ വേറെ ചില PRO വേന്ദ്രന്മാരുണ്ട്. അവരുടെയൊക്കെ പണി എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. മമ്മൂക്ക എന്നോട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ PR ആകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കേരളത്തിലെ PROമാർ ചെയ്യുന്ന പണിക്ക് എന്നെ കിട്ടില്ലെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിലെയൊക്കെ PROമാരുടെ വില തങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഞാൻ PRO ആയി വർക്ക് ചെയ്യാമെന്നും വ്യക്തമാക്കി. അത്തരത്തിൽ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്കൊരു പടത്തിന് 5000 രൂപ വെച്ച് തരണം. ഞാൻ അറിയാതെ താങ്കളുടെ ഒരു സ്റ്റില്ല് പോലും പുറത്തുവിടാൻ പാടില്ല എന്ന് തുടങ്ങിയ നിബന്ധനകളും ഞാൻ മുന്നോട്ട് വെച്ചു. അതോടെ എനിക്കൊരു എല്ല് കൂടുതലാണെന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു. സുഹൃതത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഈ സംഭവം എന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രമോഷനും ഇല്ലാതെ ഒരുപാട് നല്ല സിനിമകൾ ഓടിയിട്ടുണ്ട്. അപ്പോഴാണ് PROമാരുടെ കത്ത് ഉണ്ടെങ്കിലേ യൂട്യൂബർമാരെ പ്രമോഷന് ഇരുത്തുകയുള്ളൂ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം യുവനടിയുമായുള്ള അഭിമുഖത്തിൽ അവരെ അപമാനിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഈ നീക്കത്തിന് കാരണമായി പറയുന്നത്. ചോദിച്ചാൽ അടികിട്ടില്ലെന്ന് ഉറപ്പുള്ളവരോട് മാത്രമേ അങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ ചോദ്യം ചോദിക്കൂ. കന്നി കുസൃതിയോട് ചോദിക്കുമോ ചപ്പക്കുറ്റി നോക്കി അടിക്കും. പാർവതി തിരുവോത്തിനോട് ചോദിക്കുമോ ചവിട്ടിക്കൂട്ടും. നമ്മൾ ചോദിച്ചാൽ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് മാത്രമേ അപമാനകരമായ ചോദ്യം ചോദിക്കൂ എന്നാണ് എന്റെ വിശ്വാസം. നേരെ മറിച്ച് ചങ്കൂറ്റമുള്ള ഒരു പെണ്ണിനോട് ഒരുത്തനും ചോദിക്കില്ല. സിനിമയിൽ കൂടെ കിടക്കാൻ പാവങ്ങളെ വിളിക്കൂ. കന്നി കുസൃതി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. കന്നി കുസൃതി അഭിനയിക്കുന്ന ഏതെങ്കിലും സിനിമയുടെ സെറ്റിൽ വെച്ച് കൂടെ പോകാമോ എന്ന് ചോദിച്ചാൽ വിവരമറിയും. അങ്ങനെയുള്ളവരും ഉണ്ടിവിടെ. പെൺപിള്ളാരായാൽ അത്തരം ചങ്കൂറ്റം വേണമെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർക്കുന്നുണ്ട്.